ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. മഹിമ എന്താണെങ്കിലും മാനസിന്റെ അടുത്തേക്ക് ചെല്ല്, ഞാനേ ആ ശ്യാമയൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് കേൾക്കുന്ന മഹിമ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ശ്യാമയുടെ അടുത്തേക്ക് പോവുകയാണ് ഐശ്വര്യ. അതേസമയം ശ്യാമയെ ഡ്രസ്സിംഗ് റൂമിൽ നിർത്തിയിട്ട് അഖില് ഒരു കോള് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നു. അതേസമയം ഐശ്വര്യ കയ്യിൽ ഗ്രീൻ ടീയുമായിട്ട് ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുന്നത് അഖില് കാണുകയാണ്. ഐശ്വര്യടത്തി എന്താ ഇവിടെ? ഇനി ശ്യാമയെ മറ്റോ ദ്രോഹിക്കാനായി വന്നതാകുമോ? അങ്ങനെ അഖില സംശയത്തോടെ ഐശ്വര്യയെ നോക്കുമ്പോൾ ഐശ്വര്യ ആ ഗ്രീൻ ടീയുമായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. നീ പാടാൻ റെഡിയായിട്ട് നിൽക്കുകയല്ലേ, നിന്നെ ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ടെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. തുടർന്ന് ഐശ്വര്യ ഗ്രീൻ ടീ ടേബിളിലേക്ക് വെച്ച് അതിൽ മയക്കുമരുന്ന് കലക്കുകയാണ്. എൻ്റെ ശ്യാമേ, ഇന്നത്തെ നിന്റെ ഈ റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, അത് ചരിത്ര സംഭവം തന്നെയാക്കി ഞാൻ തരുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അതും കലക്കി ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഐശ്വര്യ. ഇപ്പോൾ എങ്ങനെയാ അങ്ങോട്ടേക്കൊന്ന് പോവുക? അവൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. അതേസമയം തന്നെ ശ്യാമ എന്തോ ഒരു ആവശ്യത്തിനായി പുറത്തേക്ക് ഇറങ്ങുകയും ഐശ്വര്യ ആ ഗ്രീൻ ടീ കൊണ്ട് ശ്യാമയുടെ ടേബിളിന്റെ പുറത്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അഖില് വരികയാണ്. തുടർന്ന് ഒരു ഞെട്ടലോടെ ഐശ്വര്യ പോയ വഴി അഖില് നോക്കുന്നു. അതേസമയം പുറത്തു പോയ ശ്യാമ തിരികെ അകത്തേക്ക് വരികയും ടേബിളിന്റെ പുറത്ത് ചായ ഇരിക്കുന്നത് കണ്ട് അത് എടുത്ത് കുടിക്കാനും ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന അഖില് പറയുകയാണ്, ശ്യാമേ അത് കുടിക്കരുത്. അതെന്താ സാറെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് തനിക്കറിയാമോ? ഐശ്വര്യേട്ടത്തിയ. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അഖില് പറയുകയാണ്, അതെ ഏട്ടത്തി തന്നെയാ ഇതിവിടെ കൊണ്ടുവച്ചത്. ഏട്ടത്തി കഴുത്തിലൊരു ടാഗുമായിട്ട് ഇതിലേക്ക് നടക്കുന്നുണ്ട്. മുന്നേ ഞാൻ കണ്ടിരുന്നു. ഇപ്പോതാ ഇവിടെയും ഗ്രീൻ ടീ ആയിട്ട് വന്നിരിക്കുന്നു. ഐശ്വര്യേട്ടത്തി അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ചതി കാണുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും ഐശ്വര്യേട്ടത്തി കൊണ്ടുവന്നതുകൊണ്ട് ഇതിനി താൻ കുടിക്കണ്ട. അതേസമയം ഗ്രീൻ ടീയുമായിട്ട് മറ്റൊരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരികയാണ്. അത് ഗ്രീൻ ടീ കിട്ടിയായിരുന്നു, പക്ഷേ തണുത്തു പോയെന്ന് അഖില് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഈ ട്രേയിലേക്ക് വെച്ചേക്കെന്നും വേറെ ഒരെണ്ണം എടുക്കാനും സ്റ്റാഫ് പറയുന്നു. അങ്ങനെ അഖില് മറ്റൊരെണ്ണം എടുത്ത് ശ്യാമയ്ക്ക് നൽകുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ കാണുന്നത് ഗ്രീൻ ടീ കുടിക്കുന്ന ശ്യാമയെയാണ്. എന്താണെങ്കിലും എന്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഇവള് ഭ്രാന്ത് പിടിച്ചതുപോലെ സ്റ്റേജിൽ നടക്കുന്നത് എനിക്ക് കാണണം. അപ്പോൾ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് സമാധാനമായിട്ടിരുന്ന് തന്നെ അതൊക്കെ കാണാം എന്ന് പറഞ്ഞ് ഐശ്വര്യ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം മറ്റൊരു സ്റ്റാഫ് ഗ്രീൻ ടീയുമായിട്ട് അതിലെ പോകുമ്പോൾ ഐശ്വര്യ അതിൽ നിന്നും അഖില് വെച്ച ഗ്ലാസ് എടുക്കുകയാണ്. അത് തണുത്തതാ മേഡമെന്ന് സ്റ്റാഫ് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അത് കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. അങ്ങനെ ആ മയക്കുമരുന്ന് കലക്കിയ ഗ്രീൻ ടീ ഐശ്വര്യ തന്നെ കുടിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ മാനസയുടെ പാട്ടായിരുന്നു. അങ്ങനെ മാനസ പാടാൻ തുടങ്ങുമ്പോഴേക്കും ഐശ്വര്യ സ്റ്റേജിന്റെ അരികിൽ വന്നു നിന്ന് പ്രോഗ്രാം കാണുകയാണ്. ഐശ്വര്യയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മാനസയുടെ പാട്ട് കഴിയുമ്പോഴേക്കും സദസ്സിലിരിക്കുന്ന എല്ലാവരും നിറഞ്ഞ കയ്യടി മാനസിക്ക് നൽകുന്നു. തുടർന്ന് ആങ്കർ വന്ന് പറയുകയാണ്, ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാവരും പാടിക്കഴിഞ്ഞ് അവസാനമായിരിക്കും മാർക്ക് നൽകുന്നത്. അങ്ങനെ അടുത്തതായി ശ്യാമയാണെന്ന് ആങ്കർ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഐശ്വര്യ പറയുകയാണ്, നീ സ്റ്റേജിലേക്കൊന്ന് കയറ്, അപ്പോൾ കാണാം ബാക്കി എന്താ നടക്കാൻ പോകുന്നതെന്ന്. സമയം ശ്യാമ സ്റ്റേജിലേക്ക് കയറാൻ നേരം മഹിമ പറയുകയാണ്, ഈ ആഡംബരമൊക്കെ ഇപ്പൊ തന്നെ തീർന്നോളും. അങ്ങനെ ശ്യാമ വേദിയിലേക്ക് കയറി പാട്ട് പാടാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ശ്യാമ മനോഹരമായി തന്നെ പാട്ടുപാടി അവസാനിപ്പിക്കുന്നു. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹിമയും മാനസയും. അതേസമയം ഇതുവരെ ഞെട്ടലിൽ നിന്നും മാറാതെ ശ്യാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ എല്ലാവരുടെയും പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം 4 മത്സരാർത്ഥികളെയും വേദിയിലേക്ക് വിളിപ്പിക്കുകയാണ്. ശ്യാമയും മാനസയും മാത്രം ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആകുന്നു. ബാക്കി എല്ലാവരും ഔട്ട് ആവുകയാണ്. കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും മാനസയും മഹിമയും. തുടർന്ന് GK സാർ പറയുകയാണ്, ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത് ശ്യാമയും മാനസയുമാണ്. ഇത് കേൾക്കുന്ന അഖില് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ GK പറയുകയാണ്, മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടിയുണ്ട്, രണ്ടാളും ഒരേ മാർക്കാ നേടിയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നൈൻസ് ക്രിയേഷൻസ്.